ഓം ശ്രീ ഗണേശായ ശാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയും ഒരു നിഴൽ നാരായണിയും, ദശകം 33, അംബരീഷ ചരിതം. ഏഴാഴികൾ തുഴന്നൊരു ഊഴിയുടെ അധിപതി ഭഗവന്റെ ഭക്തനാകും അംബരീഷനോ. ഭവൽ ഭക്തന്മാരിൽ കൂടി മുഴുകിയ മനസ്സോടെ ഭക്തിപൂർവം ജീവിതവും നയിച്ചു പോന്നു. അംബരീഷ ഭക്തിയിൽ സംപ്രീതനായി ഭഗവാനും അത്യപൂർവമാകുന്നൊരു വരത്തെ നൽകി. അവിടുത്തെ കരമതിൽ വിലസുന്ന സുദർശനം അംബരീഷ രക്ഷയ്ക്കായി ഭഗവൻ നൽകി. ഭഗവദർച്ചനയ്ക്കായി അംബരീഷൻ അന്നോരിക്കൽ ദ്വാദശി വ്രതവും ഭക്ത്യ അനുഷ്ഠിച്ചല്ലോ. പത്നിയൊത്തു പൂജ ചെയ്തു, ബ്രാഹ്മണർക്കു ദാനം ചെയ്തു, പല കോടി പശുക്കളെ ആദരപൂർവം. പാരണ ദിവസത്തിങ്കൽ വിഷ്ണു പൂജ കഴിഞ്ഞപ്പോൾ ദുർവാസാവായി ആഗതനായി ആശ്ചര്യം തന്നെ. ഭക്ഷണം കഴിച്ചിടാനായി രാജാവ് ക്ഷണിച്ച നേരം കുളിക്കുവാൻ മുനി മെല്ലെ നടന്നു നീങ്ങി. മഹർഷിയെത്തുവാൻ വൈകി, പാരണയ്ക്കു സമയമായി. ജലം കൊണ്ടു പാരണയും നടത്തി രാജൻ. മഹർഷി കോപിഷ്ഠനായി രാജാവിനെ ശകാരിച്ചു. കൃത്യ എന്ന പിശാചിനെ പടച്ചു വിട്ടു. അതിഘോര രൂപത്തോടെ കൃത്യയടുത്തെത്തിയിട്ടും അണുവിട പോലും രാജാവ് അനങ്ങിയില്ല. അവിടുത്തെ സുദർശനം ഭക്തരക്ഷയ്ക്കായി എത്തി. കൃത്യയെ വാദിച്ചു പിന്നെ മുനിയെ തേടി. ഭയന്നോടി മാമുനിയും സകല ഭൂമനത്തിലും ശിക്ഷിക്കാനായി ചക്രമെങ്ങും പുറകെയെത്തി. ബ്രഹ്മരുദ്രാദികളൊക്കെ കൈയൊഴിഞ്ഞു മാമുനിയെ രക്ഷയ്ക്കായി കൈകൾ കൂപ്പി പ്രാർത്ഥിച്ച നേരം വൈകുണ്ഠത്തിലെത്തി മുനി ചിരിയോടെ ഭവൻ ചൊല്ലി. ഭക്തജനദാസനാണ് ഞാനെന്നറിയൂ. അറിവും അനുഷ്ഠാനവും വിനയത്തോടൊപ്പം വേണം. അംബരീഷ പാദങ്ങളിൽ ശരണം തേടൂ. കാൽക്കൽ വീഴാനൊരുങ്ങിയ മുനിയുടെ മുന്നിൽ വെച്ചോ അംബരീഷൻ സുദർശന സ്തുതി തുടങ്ങി. അപ്രത്യക്ഷമായി ചക്രം ആശ്വാസമായി മാമുനിക്കും. അംബരീഷ രാജാവിനെ അനുഗ്രഹിച്ചു. മഹർഷിയെ യഥാവിധി സൽക്കരിച്ചു അംബരീഷൻ. മാമുനിയോ സംപ്രീതനായി തിരിച്ചുപോയി. പൂർവാധിക ഭക്തിയോടെ മോക്ഷം നേടി അംബരീഷൻ. ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണമേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.